എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ലോകത്തെപ്പോഴും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? എന്തിനാണ് ചില രാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഒരു ഉത്തരമുണ്ടാകാം. അതാണ് പൊളിറ്റിക്കൽ റിയലിസം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണിത്. നമുക്കിന്നിതിനെപ്പറ്റി ലളിതമായിട്ടൊന്ന് സംസാരിച്ചാലോ? അപ്പോ ഈ ലോകത്ത് സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും ഒരു സമ്പൂർണ്ണ സമാധാനം വരുമോ? ഈ ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് അത്ര ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം? നമുക്ക് നോക്കാം. ആ സിദ്ധാന്തമാണ് നമ്മൾ പറഞ്ഞ റിയലിസം. ഇതിന്റെ ആശയം ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ലോകത്തിന് മൊത്തമായിട്ട് ഒരു പോലീസുണ്ടോ? ഇല്ല. അപ്പോ പിന്നെ എന്തു ചെയ്യും? ഓരോ രാജ്യവും സ്വന്തം കാര്യം സ്വയം നോക്കണം, അല്ലേ? പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തി വേണം, അധികാരം വേണം. ഈയൊരു ചിന്തയാണ് റിയലിസം അനുസരിച്ച് ലോകരാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ റിയാലിസത്തിന്റെ പ്രധാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ലോകം അരാജകമാണ്. എന്നുവെച്ചാൽ ഒരു ലോക ഗവൺമെന്റ് ഇല്ല, രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല. രണ്ടാമത്, ഈ കളിയിലെ പ്രധാന കളിക്കാർ രാജ്യങ്ങൾ തന്നെയാണ്. UN പോലുള്ള സംഘടനകൾക്കൊന്നും വലിയ റോളില്ല. പിന്നെ ഓരോ രാജ്യത്തിന്റെയും പ്രധാന ലക്ഷ്യം അതിജീവനമാണ്. അതിനുവേണ്ടി അവർ എപ്പോഴും അധികാരം നേടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സംഘർഷങ്ങൾ സ്വാഭാവികമാണ്, അതൊഴിവാക്കാൻ പറ്റില്ല. അവസാനം, ദേശീയ താൽപ്പര്യമാണ് ഏറ്റവും പ്രധാനം. ധാർമ്മികതയൊക്കെ അതിനുശേഷമേ വരൂ. ചുരുക്കിപ്പറഞ്ഞാൽ ഇതൊരു അതിജീവനത്തിന്റെ കഴിയാണ്. അപ്പോ ശരി, ഈ സംഘർഷങ്ങൾക്കെല്ലാം കാരണം എന്തായിരിക്കും? റിയലിസത്തിന്റെ ആദ്യത്തെ വേർഷൻ, അതായത് ക്ലാസിക്കൽ റിയലിസം, പറയുന്നത് എന്താണെന്നറിയോ? കുഴപ്പം ലോകത്തിനല്ല, കുഴപ്പം നമ്മൾ മനുഷ്യർക്കാണ്. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് പ്രശ്നത്തിന്റെ തുടക്കം എന്നാണ് അവർ വാദിക്കുന്നത്. ഈയൊരു ചിന്ത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ. ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പണ്ട് പുരാതന ഗ്രീസിലെ തുസിറ്റേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ശക്തർ അവർക്കിഷ്ടമുള്ളത് ചെയ്യും, ദുർബലർ അത് സഹിച്ചേ പറ്റൂ അല്ല. പിന്നെ നവോത്ഥാന കാലത്ത് മാക്യവെല്ലി പറഞ്ഞു, അധികാരം നേടാനും നിലനിർത്താനും എന്തു വഴിയും സ്വീകരിക്കാമെന്ന്. അപ്പൊ കാണാമല്ലോ ഈ ആശയത്തിന്റെ വേരുകൾ എത്ര ആഴത്തിലാണെന്ന്. 20-ാം നൂറ്റാണ്ടിൽ ഈ ആശയം ഏറ്റവും ശക്തമായി മുന്നോട്ട് വച്ച ആളാണ് ഹാൻസ് മോർഗന്തോ. അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്, വളരെ പ്രശസ്തമാണ്. മനുഷ്യൻ സ്വാർത്ഥനാണ്, അഹംഭാവിയാണ്, എപ്പോഴും അധികാരം ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. എന്ത് ലളിതമായ യുക്തിയാണല്ലേ! മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെ അവനുണ്ടാക്കിയ രാജ്യങ്ങളും പെരുമാറൂ. രാജ്യങ്ങൾ നമ്മുടെയൊക്കെ ഒരു വലിയ പതിപ്പ് മാത്രം. പക്ഷേ ഇവിടെ ഒരു വലിയ പക്ഷയുണ്ട്. ശരിക്കും പ്രശ്നം മനുഷ്യന്റെ സ്വഭാവം തന്നെയാണോ? 2 ലോകമഹായുദ്ധങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, ഒരു പക്ഷേ നമ്മളത്ര മോശക്കാരല്ലായിരിക്കാം, നമ്മൾ ജീവിക്കുന്ന ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമാണെങ്കിലോ? ഈയൊരു ചിന്തയാണ് റിയലിസത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നത്. അതാണ് നിയോ റിയലിസം. അപ്പൊ നിങ്ങളെന്താ വിചാരിക്കുന്നത്? പ്രശ്നം നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയാണോ, അതോ ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത, ഒരു നിയമവുമില്ലാത്ത ഈ ലോകത്തിന്റെ ഘടനയാണോ നമ്മളെങ്ങനെ ആക്കുന്നത്? ക്ലാസിക്കൽ റിയലിസവും നിയോ റിയലിസവും തമ്മിലുള്ള ഏറ്റവും വലിയ സംവാദം ഇതാണ്. നിയോ റിയലിസം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു സ്കൂളിലെ കളിസ്ഥലമൊന്ന് ഓർത്തു നോക്കൂ. പക്ഷേ അവിടെ ടീച്ചർമാരോ പ്രിൻസിപ്പളോ ആരുമില്ല. അതായത് അരാജകത്വം. ഒരു കുട്ടി വേറൊരു കുട്ടിയെ തല്ലിയാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോ ഓരോ കുട്ടിയും എന്തു ചെയ്യും? സ്വയം രക്ഷിക്കാൻ നോക്കും, അല്ലേ? ചിലപ്പോൾ തല്ല് കിട്ടാതിരിക്കാൻ കൂടുതൽ കരുത്തനാകാൻ ശ്രമിക്കും. ഈ ഒരു പേടിയും അരക്ഷിതാവസ്ഥയുമാണ് അവിടെ പ്രശ്നങ്ങൾക്ക് കാരണം. നിയോ റിയലിസ്റ്റുകൾ പറയുന്നു, ലോകം ഇതുപോലെയൊരു കളിസ്ഥലമാണെന്ന്. രാജ്യങ്ങൾക്ക് വിളിക്കാൻ ഒരു 911 ഇല്ല. അതുകൊണ്ട് അവർ സ്വയം രക്ഷിക്കാൻ വേണ്ടി അധികാരത്തിന് പിന്നാലെ പോകുന്നു. അപ്പോ ഈ 2 ചിന്തകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ക്ലാസിക്കൽ റിയലിസം സംഘർഷത്തിന്റെ കാരണം മനുഷ്യന്റെ സ്വഭാവത്തിലാണെന്ന് പറയുന്നു. നിയോ റിയലിസം പറയുന്നത് പ്രശ്നം ലോകത്തിന്റെ ഘടനയിലാണെന്നാണ്. ക്ലാസിക്കൽ റിയലിസത്തിൽ അധികാരം നേടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ നിയോ റിയലിസത്തിൽ അധികാരം എന്നത് അതിജീവനത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഒന്ന് പറയുന്നു മനുഷ്യൻ മോശമാണ്, മറ്റേത് പറയുന്നു സാഹചര്യമാണ് മനുഷ്യനെ മോശമാക്കുന്നത്. കണ്ടില്ലേ എത്ര വലിയ വ്യത്യാസമാണെന്ന്? ഓക്കെ, അപ്പോൾ പ്രശ്നം സിസ്റ്റത്തിൻ്റേതാണെന്ന് നമുക്ക് തൽക്കാലം സമ്മതിക്കാം. എന്നാലും അടുത്ത ചോദ്യം വരും, പിടിച്ചു നിൽക്കാൻ ഒരു രാജ്യത്തിന് എത്രമാത്രം അധികാരം വേണം? കുറച്ചു മതിയോ, അതോ കിട്ടാവുന്നത്രയും വേണോ? ഈ ചോദ്യത്തിന്റെ കാര്യത്തിൽ നിയോ റിയലിസ്റ്റുകൾക്കിടയിൽ തന്നെ 2 അഭിപ്രായമുണ്ട്.
ഇതിലൊരു കൂട്ടരാണ് ഡിഫെൻസീവ് റിയലിസ്റ്റുകൾ. അവർ പറയുന്നത് നമ്മളെ ആരും ആക്രമിക്കാതിരിക്കാൻ ആവശ്യമായത്ര ശക്തി മതി. അതിൽ കൂടുതൽ നേടാൻ ശ്രമിച്ചാൽ അത് മറ്റുള്ള രാജ്യങ്ങളെ പേടിപ്പിക്കും, ഒരുപക്ഷെ അവരെല്ലാം കൂടെ നമുക്കെതിരെ തിരിയും. അതായത് അതിജീവനമാണ് ലക്ഷ്യം, ആധിപത്യമല്ല. എന്നാൽ മറ്റേ കൂട്ടർ ഒഫെൻസീവ് റിയലിസ്റ്റുകൾ പറയുന്നത് നേരെ തിരിച്ചാണ്. അങ്ങനെയല്ല, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശക്തി നേടണം. ഏറ്റവും വലിയ ശക്തിയാകുമ്പോൾ മാത്രമേ യഥാർത്ഥ സുരക്ഷയുള്ളൂ. കാരണം നിങ്ങളാണ് ഏറ്റവും ശക്തനെങ്കിൽ നിങ്ങളെ ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടില്ല. അപ്പോ എത്ര ശക്തി വേണം എന്നതിലാണ് തർക്കം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ റിയലിസം എന്ന സിദ്ധാന്തത്തിന് ഒരുപാട് വിമർശനങ്ങളുണ്ട് കേട്ടോ. പലരും ചോദിക്കുന്നത്, ഈയൊരു കാഴ്ചപ്പാട് ഇന്നത്തെ ലോകത്തിന് ചേർന്നതാണോ? ഇത് കാലഹരണപ്പെട്ടുപോയോ? അപ്പോൾ റിയലിസത്തിന് എവിടെയാണ് പിഴക്കുന്നത്? ലോകത്തെക്കുറിച്ചുള്ള ഈ ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടിൽ എന്തൊക്കെയാണ് അവർ കാണാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇതൊരു പൂർണ്ണമായ ചിത്രമല്ല എന്ന് പലരും പറയുന്നത്? റിയലിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം എന്താണെന്ന് വെച്ചാൽ അത് സഹകരണത്തെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയൻ. ഒരു കാലത്ത് പരസ്പരം പോരടിച്ചിരുന്ന രാജ്യങ്ങൾ ഇന്ന് ഒരുമിച്ച് നിൽക്കുന്നത് എങ്ങനെ വിശദീകരിക്കും? അതുപോലെ വ്യാപാരം, സമാധാന ചർച്ചകൾ, നയതന്ത്രം, ഇതിനൊന്നും റിയലിസത്തിൽ വലിയ സ്ഥാനമില്ല. പിന്നെ സൈനിക ശക്തിക്കപ്പുറം ഒരു രാജ്യത്തിന്റെ സംസ്കാരം, സാമ്പത്തികം പോലുള്ള സോഫ്റ്റ് പവറിനെ അവർ കാര്യമായി എടുക്കുന്നില്ല. കാലാവസ്ഥ വ്യതിയാനം പോലുള്ള ആഗോള പ്രശ്നങ്ങളെപ്പറ്റി റിയലിസം എന്തു പറയും? അവിടെ ഒരു രാജ്യം മാത്രം ശക്തനായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവിടെയാണ് ലിബറലിസം പോലുള്ള മറ്റ് സിദ്ധാന്തങ്ങൾ വരുന്നത്. അപ്പോ അവസാനം നമ്മൾ എവിടെയാണ് എത്തുന്നത്? റിയലിസം ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശക്തമായ ടൂൾ തന്നെയാണ്, സംശയമില്ല. ലോകം എന്തുകൊണ്ടിങ്ങനെ സംഘർഷഭരിതമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. പക്ഷേ അതൊരു വശം മാത്രമാണ്. ആ റിയലിസ്റ്റ് കണ്ണട വെച്ചാൽ നമുക്ക് സഹകരണമോ സമാധാനമോ പരസ്പര വിശ്വാസമോ ഒന്നും കാണാൻ പറ്റില്ല. ഇന്നത്തെ ലോകമൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാമാരികൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കാലാവസ്ഥാ വ്യതിയാനം, ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ ഒരൊറ്റ രാജ്യത്തിന് തനിച്ച് സാധിക്കുമോ? അധികാരത്തിന്റെ കളി മാത്രം മതിയോ? അതോ സഹകരണവും വേണ്ടിവരുമോ? ഒരു പക്ഷേ ഈ സങ്കീർണമായ ലോകത്തെ മനസ്സിലാക്കാൻ ഒരു സിദ്ധാന്തം മാത്രം മതിയാവില്ലായിരിക്കാം. നിങ്ങൾക്കെന്ത് തോന്നുന്നു?